+2A+ എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ അസോസിയേഷനായ ഷെൽട്ടറിൻ്റെ കീഴ്ശ്ശേരി ശാഖയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു യാത്രയിലാണ് ഇന്ന് നാം. നമ്മുടെ ഇന്നത്തെ യാത്ര നിലമ്പൂർ ഭാഗത്തേക്കാണ്. നമ്മുടെ ഇന്നത്തെ സാരഥി സജീഷാണ്. ബാബുമാഷുടെയും ഉസ്മാമാഷുടെയും ജോണിമാഷുടെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ 12 അംഗ സംഘമാണ് യാത്രയിലുള്ളത്. അപ്പോൾ നിലമ്പൂരിലേക്ക്. നിലമ്പൂരിൽ നമ്മൾ പ്രധാനമായി സന്ദർശിക്കുന്നത് തേക്ക് മ്യൂസിയമാണ്. തേക്ക് മ്യൂസിയത്തോടനുബന്ധിച്ച് തന്നെ ഒരു ആകർഷണീയമായ വിജ്ഞാനപ്രദമായ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനവും കൂടിയുണ്ട്. അതും കൂടി സന്ദർശിക്കാം. നിലമ്പൂരിന് പുറമെ നെടുങ്കയം പൂക്കോട്ടുംപാടം എന്നിവ കൂടി സന്ദർശിക്കുന്നുണ്ട്. അവിടേക്കുള്ള ദൂരവും സമയവും നമുക്ക് നോക്കാം. നടുവിലെ മാപ്പിൽ നോക്കുക, കീഴ്ശ്ശേരി ടു നിലമ്പൂർ 34 കിലോമീറ്റർ 58 മിനിറ്റ് നേരത്തെ യാത്ര. ഇടത്തെ ഭാഗത്തെ മാപ്പിൽ നോക്കുക, നിലമ്പൂർ ടു നെടുങ്കയം 13 കിലോമീറ്റർ 23 മിനിറ്റ് നേരത്തെ യാത്ര. വലത്തെ ഭാഗത്തെ മാപ്പിൽ നോക്കുക, പൂക്കോട്ടുംപാടത്തേക്ക് നിലമ്പൂരിൽ നിന്ന് 9.1 കിലോമീറ്റർ 14 മിനിറ്റ് നേരത്തെ യാത്ര. ഇതാ നമ്മൾ തേക്ക് മ്യൂസിയത്തിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നല്ല തിരക്കാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ നല്ല കോലാഹലമാണ് ഇവിടെ. നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളിൽ കടക്കാൻ. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വിവിധ സ്കൂളുകളിൽ നിന്നായി ധാരാളം കുട്ടികൾ ബസ്സുകളിലായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ബസ്സുകളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. കുട്ടികളെ കൊണ്ട് ശബ്ദമുഖരിതമാണ് അന്തരീക്ഷം. നിലമ്പൂരിലെ പ്രശസ്ത തേക്ക് വളർത്തൽ കേന്ദ്രമായ കനോലി പ്ലോട്ടിലേക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് ആരെയും കടത്തിവിടുന്നില്ല എന്ന കാര്യം വളരെ ദുഃഖപൂർവ്വം അറിയിക്കുന്നു. നമ്മുടെ ചെറു ഷെൽട്ടർ സംഘവും ഇതാ ഉള്ളിലേക്ക് നടന്നു നീക്കുകയായി. നമ്മളിതാ നേരെ ചെല്ലുന്നത് തേക്ക് മ്യൂസിയത്തിലേക്കാണ്. നമുക്ക് കാണാം. വനനിബിഡമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണുന്നത്. ധാരാളം മരങ്ങളും ചെടികളും സസ്യലതാദികൾ കൊണ്ട് പ്രകൃതി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വഴിയാരം തന്നെ നോക്കുക, വിവിധ തരത്തിലുള്ള മരങ്ങളും ചെടികളും സസ്യലതാദികളും എല്ലാം ഇവിടെ തന്നെ കാണാം. മുന്നിൽ കാണുന്ന ഈ കെട്ടിടത്തിനുള്ളിലാണ് തേക്ക് മ്യൂസിയം. ഇതാ നമ്മളതിന് അടുത്തെത്തിക്കഴിഞ്ഞു. ചെറിയൊരു ഫോട്ടോ സെഷനും വിശ്രമമൊക്കെ കഴിഞ്ഞാണ് ഉള്ളിലേക്ക് കയറുന്നത്. നമ്മളിതാ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായി. തേക്കിൻ്റെ വിവിധ മാതൃകകളും അതിനെപ്പറ്റിയുള്ള ചില വിവരങ്ങളുമൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സചിത്ര രൂപങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഓരോന്നിനെ പറ്റിയും വിശദമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നിലമ്പൂർ വനപ്രദേശങ്ങളിലും തേക്കിൻ കാടുകളിലുമൊക്കെ കാണപ്പെടുന്ന ഷഡ്പദങ്ങളുടെയും പൂമ്പാറ്റകളുടെയും ഒക്കെ രൂപങ്ങളും മാതൃകകളുമൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാണുക. വിവിധ ആകൃതിയിലും പ്രായത്തിലും തരത്തിലുമൊക്കെയുള്ള തേക്കുകളുടെയും ഒക്കെ മാതൃകകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. തേക്ക് കൊണ്ടുള്ള പല ഉപകരണങ്ങളുമാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഉപകരണങ്ങളും മറ്റു കാഴ്ചവസ്തുക്കളുമൊക്കെ വളരെ കമനീയമായ രീതിയിൽ അലങ്കരിച്ച് ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആകർഷണീയമായ രീതിയിൽ ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു മച്ചാണ് ഇവിടെ കാണുന്നത്. വളരെ രസകരമായ രീതിയിലാണ് ഇവ പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നോക്കുക, മുഴുവനായി തേക്ക് കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇതാ വലിയൊരു തേക്ക്, അതിൻ്റെ കലകളും വലയങ്ങളുമൊക്കെ നല്ല രീതിയിൽ കാണാവുന്ന രീതിയിലാണ് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 500ഓളം വർഷം മാത്രമേ ഇവൻ്റെ പ്രായം. കൂടുതൽ വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയാണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന തേക്ക് വനങ്ങളോടൊപ്പം ഇന്ത്യയിൽ തേക്ക് സ്വാഭാവികമായി കാണപ്പെടുന്നു. ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണിത്.
ഇവിടെ ഇതാ ഒരു ഗോവണി, ഇതിലൂടെ കയറിയാൽ നമുക്ക് തേക്കിൻ്റെ പല ദൃശ്യങ്ങളും മുകളിൽ നിന്ന് കാണാവുന്നതാണ്. നല്ല നീളത്തിലുള്ള തേക്കിൻ തടികൾ ഇതാ ഇവിടെ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നു. മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുക. മദ്രാസ് പ്രസിഡൻസിയുടെ പഴയ ഭരണരേഖകളിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ തോട്ടം 1844 നിലമ്പൂരിൽ നട്ടുപിടിപ്പിച്ച തേക്ക് തോട്ടമാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 2 നില കെട്ടിടമുള്ള ഈ മ്യൂസിയം ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ്. ഇത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നടത്തുന്നത്. പ്രദർശനങ്ങളിൽ തേക്കിൻ്റെ ഉപയോഗത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളും ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളും ഉൾപ്പെടുന്നു. ചരിത്രപരമായും കലാപരമായും ശാസ്ത്രീയമായും മൂല്യങ്ങളുള്ള വിപുലമായ വിവരങ്ങൾ മ്യൂസിയം നൽകുന്നു. തേക്കിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1995 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേന്ദ്രത്തിൻ്റെ ക്യാമ്പസിലാണ് മ്യൂസിയം സ്ഥാപിതമായത്. തേക്ക് മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി അടുത്തതായി നമ്മൾ സന്ദർശിക്കുന്നത് ഇവിടെയുള്ള ജൈവ വൈവിധ്യ ഉദ്യാനത്തിലേക്കാണ്. ഇവിടെ ഇതാ ഒരു കുട്ടികളുടെ പാർക്ക്. കുട്ടികൾ കളിച്ച് ആർമാദിക്കുകയാണ് ഇവിടെ. അവരുടെ ശബ്ദകോലാഹലം കൊണ്ട് മുഖരിതമാണ് അന്തരീക്ഷം. പാർക്കും കുട്ടികളെയും പിന്നിട്ട് നമ്മൾ ഇതാ ഉദ്യാനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മനോഹരമായ കമനീയമായ ഒരു ഉദ്യാനമാണിത്. ഇത്തിരി തേക്ക് പുരാണവും കേട്ടുകൊണ്ട് നമുക്കിനി ഉദ്യാനത്തിൽ ഉലാത്താം. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടം 1929 ബ്രിട്ടീഷുകാരാണ് നിലമ്പൂരിൽ നട്ടുപിടിപ്പിച്ചത്. അവധി ദിവസമായ തിങ്കളാഴ്ചയൊഴികെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെ സന്ദർശകർക്ക് പ്രവേശനം ലഭിക്കും. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നിലമ്പൂരിലാണ്. തേക്ക് മ്യൂസിയത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെ. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം മലപ്പുറത്ത് നിന്ന് ഏകദേശം 36 കിലോമീറ്റർ അകലെയുള്ള കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇവിടെ കാണുക, ഒരു ഗ്രീൻ ഹൗസ് ഷെഡിലാണ് ചെടികൾ വളർത്തിയിരിക്കുന്നത്. ഒരു ജലധാരയൊക്കെ കമനീയമായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഇതിനുള്ളിൽ ഈരണമാഷ് എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നതിലേക്കാണ്. ഉദ്യാനത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ ആകർഷണീയമായി വളരെ ഭംഗിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ. നോക്കുക, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച ബയോ റിസർച്ച് നാച്ചുറൽ പാർക്ക് തേക്ക് മ്യൂസിയത്തോട് ചേർന്ന് 15 ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്നു. ഒരു ജൈവ വൈവിധ്യ ഉദ്യാനമാണിത്. ഇവിടെ അത്യപൂർവമായ തേക്ക് പ്ലാന്റേഷൻ, ഔഷധ സസ്യങ്ങൾ, ശലഭോദ്യാനം, ഓർക്കിഡ് ഗാർഡൻ, ജലസസ്യങ്ങൾ, ബാംബു ഹൗസ് എന്നിവ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ, ആൽഗകൾ, ബയോഫൈറ്റുകൾ, ടെറിഡോഫൈറ്റുകൾ, കാക്റ്റികൾ, സെക്യുലൻറ്റുകൾ, ഓർക്കിഡുകൾ എന്നിവ ഇവിടെ കാണപ്പെടുന്നു. പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള അപൂർവം വംശനാശ ഭീഷണി നേരിടുന്ന 136-ലധികം വൃക്ഷ ഇനങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചു പരിപാലിക്കുന്നു. മനോഹരമായ ശലഭോദ്യാനവും 52-ലധികം പക്ഷികളും നിരീക്ഷിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. നക്ഷത്രവനം, ജലസസ്യശേഖരം, തേക്ക് മ്യൂസിയം എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. പ്രകൃതി സ്നേഹികൾക്കും ഗവേഷകർക്കും ഒരുപോലെ പ്രയോജനപ്രദമായ ഒരു സ്ഥലം നിലമ്പൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. സസ്യവൈവിധ്യങ്ങളുടെ ഒരുപാട് ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാർക്കിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് എന്ന് ഓർക്കുക. നമുക്ക് വിജ്ഞാനവും വിനോദവും നൽകുന്ന അനേകം സസ്യ ഇനങ്ങളുടെ കലവറയാണ് നമ്മുടെ ഇരുവശം നമുക്ക് ആതിഥ്യമരുളിക്കൊണ്ട് നിൽക്കുന്നത്.
ഈ സസ്യവൈവിധ്യം പറഞ്ഞ് അറിയിക്കാൻ കഴിയുകയില്ല. മിക്കവയുടെയും പേരുകൾ ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. കാണികൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. പ്രത്യേകതകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവയുടെ ശാസ്ത്രീയ നാമങ്ങൾ, വർഗം, ജനുസ് എന്നിവ ഇവിടെ ഓരോന്നിനും ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. സസ്യശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർക്കും സസ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്കും തീർച്ചയായും കണ്ടിരിക്കേണ്ട, സന്ദർശിച്ചിരിക്കേണ്ട ഒരിടം തന്നെയാണ് ഈ ജൈവവൈവിധ്യ പാർക്ക്. ഇത്തിരി തേക്ക് പുരാണം കൂടി കേൾക്കാം. 500ഓളം വർഷം പഴക്കമുള്ള ഒരു തേക്കാണ് മ്യൂസിയത്തിലെ കേന്ദ്രബിന്ദു. തേക്കിൻ്റെ ലോകത്തെക്കുറിച്ച് ശ്രദ്ധേയമായ ഒരു ആമുഖം വാഗ്ദാനം ചെയ്യുന്ന അതിൻ്റെ വിപുലമായ വേരുകളുടെ സംവിധാനം എന്നിവ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് എന്ന പദവി വഹിക്കുന്ന ഒരു ഗംഭീര വൃക്ഷമായ പ്രശസ്തമായ കന്നിമരത്തേക്കിന് താഴത്തെ നില സമർപ്പിച്ചിരിക്കുന്നു. തേക്ക് പുരാണവും കേട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ശലഭ പാർക്കിന് അരികെയാണ്. സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ശലഭങ്ങൾ ഇവിടെ കുറവാണ്. സസ്യവൈവിധ്യങ്ങളുടെ ബഹുസ്വരത ഇവിടെ തുടരുകയാണ്. അസംഖ്യം സസ്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മാവും ഇവിടെ പൂത്തു നിൽക്കുകയാണ്. അതുപോലെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ അനേകം സസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഇവിടെ. തേക്ക് പുരാണത്തിലേക്ക് തന്നെ മടങ്ങി വരാം. തേക്ക് കൃഷിയിൽ ഈ പ്രദേശത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഈ ആദരണീയ ഭീമൻ. 160 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച തേക്ക് തോട്ട രീതികളുടെ ആകർഷകമായ പര്യവേക്ഷണത്തോടൊപ്പം മരത്തിൻ്റെ പുറംതൊലി, പൂക്കൾ, പഴങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു കാഴ്ചയും ഈ പ്രദർശനങ്ങൾ നൽകുന്നു. നമ്മളെത്തിയിരിക്കുന്നത് ഉദ്യാനത്തിൻ്റെ മറ്റൊരു വശത്താണ്. ഇവിടെ നോക്കുക, വളരെ അലങ്കൃതമായ രീതിയിൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഒരു വെള്ളച്ചാട്ടവും കാണാം. ചെറുതെങ്കിലും വളരെ രസകരമായ രീതിയിലാണ് ഈ ഫൗണ്ടൻ ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഷെൽട്ടറുകളുടെ കാഴ്ചകൾ ഓരോന്നായി കണ്ട് ആനന്ദ നിറൂതിലാകാടി മുന്നേറുകയാണ്. ജൈവ വൈവിധ്യ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇവ അനിശ്ചിതം തുടരുകയാണ്. പുതിയ പുതിയ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കുന്നു പുതിയ കാഴ്ചകളുമായി. നമ്മളിതാ ഇപ്പോഴെത്തിയിരിക്കുന്നത് ഒരു വള്ളിപ്പടക്കങ്ങളുടെയും ലതകളുടെയും ഇടയിലൂടെയാണ്. നമ്മുടെ മുകളിലും അവ പടർന്നു പിടിച്ച് ഒരു പന്തലായി പരിണമിച്ചിരിക്കുന്നു. അവിടെ നിന്നും നമ്മൾ ചെന്നെത്തുന്നത് മറ്റൊരു കുസുമ വൈവിധ്യത്തിലേക്കാണ്, ഒരു പുഷ്പ ആകർഷണീയതയിലേക്കാണ്. സസ്യ ജൈവ വൈവിധ്യം ഓരോയിടത്തും നമ്മെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്നറിയാതെ മിഴിച്ചു നിൽക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ തീരെ അതിശക്തിയില്ല. അത്രക്കും സസ്യജാലങ്ങൾ കൊണ്ടും തരുലതകൾ കൊണ്ടും ജൈവ വൈവിധ്യമാണ് ഈ 4 ഭാഗവും. പക്ഷിമൃഗാദികളുടെയും ജന്തുക്കളുടെയും കട്ടൗട്ടുകൾ കൊണ്ട് വളരെ കമനീയമാണ് ഈ ഉദ്യാനം. വർണ്ണവൈവിധ്യങ്ങൾ കൊണ്ട് മാടി വിളിക്കുന്ന പൂക്കൾ, ആകാര സൗഷ്ഠവം കൊണ്ട് ആകർഷിക്കുന്ന വിവിധയിനം മരങ്ങൾ എന്നിവ കൊണ്ട് ആകർഷണീയമാണ് ഈ ഉദ്യാനം. ഇവിടെ കുറേ മുളകളാണ് കാണികളുടെ കണ്ണ് ആകർഷിക്കുന്നത്. ഈ മുളങ്കൂട്ടങ്ങൾ കാണുക, എത്ര രസകരമായിട്ടാണ് അവ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. മുള്ളുകളില്ലാത്ത ഇനം മുളകളാണ് ഇവിടെ കാണുന്നത്. ഇരുവശങ്ങളിലും മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സസ്യലതാദികൾ ഉൾക്കൊള്ളുന്ന ഈ പാത ഇവിടെ അവസാനിക്കുന്നില്ല.
അനിശ്ചിതം തുടരുകയാണ്. ഇതാ ഇവിടെയും കാണാം കുറേ മുളകൾ. ഈ മരങ്ങളിലേക്ക് നോക്കൂ, വളരെ ആകർഷണീയമായ ചില പൂക്കളാണ് ഇവിടെ കാണുന്നത്. വൃക്ഷ വൈവിധ്യങ്ങളൊരുക്കി പാതയിത വീണ്ടും തുടരുകയാണ്. ഈ പാതകളുടെ ഇരുവശങ്ങളിലും വിവിധ വൈവിധ്യങ്ങളിലുള്ള ചെടികളും പൂക്കളും സസ്യങ്ങളും ആണ് ഉള്ളത്. ഇവയുടെയൊക്കെ പേരുകൾ, ജന്മദേശങ്ങൾ, ശാസ്ത്രനാമങ്ങൾ എന്നിവയടങ്ങിയ ബോർഡുകൾ ഓരോന്നിനരികെയും സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോന്നും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതാ പാത തുടരുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഈ തരം ബോർഡുകൾ നമുക്ക് ദർശിക്കാവുന്നതാണ്. മുളങ്കൂട്ടങ്ങൾ ഇതാ ഇവിടെയും കാണാം. നമുക്ക് യാത്ര തുടരാം. നിലമ്പൂർ മേഖലയിലെ വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം കേരളം വനം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉപകേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ കേന്ദ്ര സ്ഥാപനം പ്രവർത്തിക്കുന്ന തൃശ്ശൂർ പീച്ചിയിലേതിനേക്കാൾ വലുതാണ് നിലമ്പൂരിലെ കേന്ദ്രം. മ്യൂസിയം കൊട്ടാരത്തിൻ്റെ പിറകിലാണ് വിശാലമായ ജൈവ വൈവിധ്യ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. മരുപ്രദേശ സസ്യങ്ങളുടെയും രസസമൃദ്ധ സസ്യങ്ങളുടെയും ഉദ്യാനം, ഔഷധ സസ്യോദ്യാനം, നക്ഷത്രരാശിവനം, ഓർക്കിഡ് ഗ്രഹങ്ങൾ, പന്നൽ ഗ്രഹം എന്നിങ്ങനെ വൈവിധ്യമാർന്നതാണ് ഈ ഉദ്യാനം. ഇതാ ഇവിടെ ഒരു ടവർ. നമുക്കിതിൻ്റെ മുകളിൽ കയറി നോക്കാം. ഇവിടെ നല്ല വ്യൂ ആണ്. ഗാർഡൻ്റെ ചുറ്റുഭാഗമുള്ള വിവിധ വ്യൂകൾ ഇവിടുന്ന് നല്ല രസകരമായി കാണാം. നമുക്ക് കയറി നോക്കാം. എല്ലാവരും കയറിയിട്ടുണ്ട്. മുകളിലേക്കുള്ള ഈ ഗോണിപ്പടിയിലൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. ഇവിടെ ഫോട്ടോക്ക് പോസ് ചെയ്തുകൊണ്ട് കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. നല്ലൊരു വൈബുളവാക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത്. ഇതാ മുകളിൽ നിന്നുള്ള ഈ കാഴ്ച അനിർവചനീയം തന്നെ. വിവിധ ഭാഗങ്ങളിലേക്ക് ചുറ്റുപാടിലും ഉള്ള ഈ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ക്യാമറകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്നതും ആവില്ല. നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആനത്താമര. നമുക്ക് അതിൻ്റെ അടുത്ത് ചെന്ന് കാണാവുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഈ ആനത്താമര. ലഘുവായ ഒരു വിഹക വീക്ഷണം തന്നെയാണ് ടവറിന് മുകളിൽ നിന്ന് നമ്മൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ മാസ്മരികതയും മനുഷ്യൻ്റെ കരവിരുതും സമഞ്ജസമായി സമ്മേളിച്ച ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ചുറ്റിലുമുള്ള ഈ കാഴ്ച അനിർവചനീയം തന്നെ. നോക്കുക, ഉദ്യാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാണ്. ടവറിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരത്തെ കണ്ട ആനത്താമരയുടെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ആനത്താമര പുഷ്പിച്ചിട്ടില്ല. സഞ്ചാരികൾക്ക് ഏറെ കൗതുകമുണ്ടാക്കുന്ന ആനത്താമര ബാംഗ്ലൂരിലെ ലാൽബാഗ് പാർക്കിൽ നിന്നാണ് കൊണ്ടുവന്നത്. പച്ചനിറത്തിൽ വലിയ വട്ടത്തിലുള്ള ഇതിൻ്റെ ഇലകളിൽ 5 കിലോ വരെയുള്ള കുട്ടികളെ ഇരുത്താനാവും. ഇലയുടെ അടിഭാഗം മുഴുവൻ മുള്ളുകളാണ്. സാധാരണ കൂടുതൽ ദിവസം നിലനിൽക്കുമെങ്കിലും ആനത്താമയുടെ പൂക്കൾ ഒരു ദിവസം മാത്രമാണ് വിരിഞ്ഞാൽ നിലനിൽക്കുക. രാവിലെ വിരിയുമ്പോൾ വെള്ള നിറത്തിലുള്ള പൂക്കളുടെ ഇതളുകൾ വൈകുന്നേരത്തോടെ പിങ്ക് നിറത്തിലേക്ക് മാറും. ഇലകളാണെങ്കിൽ ആദ്യം കടും ചുവപ്പിൽ തുടങ്ങി വളർച്ചയെത്തുമ്പോൾ പച്ച നിറമായി മാറും.
തിരുവനന്തപുരത്തെ ജവഹർലാൽ നെഹ്റു ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ബാംഗ്ലൂരിലും നിലമ്പൂരിലും മാത്രമാണ് ഇത്തരത്തിലുള്ള ആനത്താമരയുള്ളത്. നമ്മൾ നടന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ഫൗണ്ടൻ്റെ അടുത്താണ്. ഒരു ചെറിയ ഫൗണ്ടനാണ്, ചെറിയൊരു കുളത്തിൽ. ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് കുറേ പന്നൽ ചെടികൾ, അതായത് ഫേൺസിൻ്റെ സമാഹാരത്തിലാണ്. നമ്മൾ സാധാരണ കാണാറുള്ള പന്നൽ ചെടികൾ മുതൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള പന്നൽ ചെടികളും ഈ കൂട്ടത്തിലുണ്ട്. ഇവിടെ കാണുന്ന ഈ പന്നൽ വിഭാഗങ്ങൾ നമ്മൾ സാധാരണ കാണാറുള്ളവയാണ്. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന പന്നൽ ചെടികൾ മുതൽ വിദേശ ഇനങ്ങൾ വരെ ഇവിടെയുണ്ട്. ഓരോന്നിൻ്റെയും പേരുകൾ ഓരോന്നിനും നേരെ എഴുതി വെച്ചതായി കാണാം. പൂക്കളില്ലാത്ത സസ്യങ്ങളിൽ ഉയർന്ന വിഭാഗത്തിലുള്ളവയാണ് പന്നൽ ചെടികൾ അഥവാ ഫേൺസ്. ഇവയ്ക്ക് സപുഷ്പികളെപ്പോലെ യഥാർത്ഥ വേരുകളും തണ്ടുകളും ഇലകളുമുണ്ട്. എങ്കിലും ഇവയ്ക്ക് പൂക്കളും വിത്തുക്കളും ഉണ്ടാവില്ല. ഈർപ്പവും തണലുമുള്ള സ്ഥലങ്ങളിൽ ഇവ സമൃദ്ധിയായി വളരുന്നു. മരത്തിൻ്റെ പുറംതൊലിയിലും കുന്നിൻ ചെരുവുകളിലും കുളങ്ങളുടെയും അരുവികളുടെയും തീരങ്ങളിലും പന്നൽ ചെടികളെ സാധാരണയായി കാണാം. ചിലയിനം ചെടികൾ അലങ്കാര സസ്യങ്ങളായി വളർത്തുന്നു. ഇവയെല്ലാം നോക്കുക, നമ്മൾ സാധാരണയായി കാണാറുള്ള പന്നൽ വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇവ. പന്നൽ ചെടികളെയും ബാൽസം പുഷ്പങ്ങളെയുമൊക്കെ മറികടന്ന് നമ്മളിതാ അടുത്ത സന്ദർശന സ്ഥലമായ നെടുങ്കയത്തേക്കാണ് അടുത്ത യാത്ര. നെടുങ്കയത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു അധ്യായത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം. എപ്പോഴും സജീവമായിട്ടുള്ള ഒരിടമാണ് ഈ ചിൽഡ്രൻസ് പാർക്ക്. ഇതിൽ പിന്നിട്ട് നമ്മൾ യാത്രയാവുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.